ഹായ് ഡിയേഴ്സ്, എല്ലാവർക്കും സുഖമാണല്ലോ. ഇന്നത്തെ നമ്മുടെ റെസിപ്പി ഒരു സ്പെഷ്യലായിട്ടുള്ള ബീട്രൂട്ട് തോരനാണ്. എന്തായാലും നിങ്ങളത് മുഴുവനായിട്ട് കണ്ടു നോക്കണം, ഇഷ്ടപ്പെടാതിരിക്കില്ല. വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഒന്ന് ലൈക്ക് ചെയ്യണേ. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ ഒരു 3 ബീട്രൂട്ട് എടുത്തിട്ടുണ്ട്. ഏകദേശം ഒരു 400 ഗ്രാം ബീട്രൂട്ട് ഉണ്ടാവും. വൃത്തിയാക്കി കട്ട് ചെയ്ത് അങ്ങനെ എടുത്തിട്ടുണ്ട്. എന്നിട്ടൊരു പാത്രത്തിലേക്ക് ഇട്ട് നമ്മൾ ഇന്ന് തിളപ്പിച്ചെടുക്കുകയാണ്. വെള്ളം ഇതേപോലെ നികരെയാണ് വെച്ചിരിക്കുന്നത്. അല്പം ഉപ്പ് ഇടുക, അല്പം മഞ്ഞൾപ്പൊടി ഇട്ട് ഇത് നമുക്ക് ആ വെള്ളം വറ്റിച്ചെടുക്കണം. അപ്പോഴേക്കാണ് ആ ബീട്രൂട്ട് വേവുള്ളൂ. ഇനി അതിന് വേണ്ട നമ്മൾക്കൊരു അരമുറി ചെറിയ നാളികേരം, പിന്നെ ഒരു 10 ചുവന്നുള്ളി, 2 പച്ചമുളക്, ഒരു 5 അല്ലി വെള്ളുള്ളി. അപ്പോൾ നാളികേരം അരമുറി തന്നെ എടുക്കുക. നാളികേരം ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തു. അതിലേക്ക് വെള്ളുള്ളിയും പച്ചമുളകും ചേർത്ത് വെള്ളം തൊടാതെ നമ്മളൊന്ന് ക്രഷ് ചെയ്തെടുക്കണം. അപ്പോൾ വെള്ളുള്ളി മസ്റ്റായിട്ട് ചേർക്കുക. ബീട്രൂട്ട് ആകുമ്പോൾ മധുരത്തിനൊക്കെ നല്ലൊരു രുചിയാണ്. ഇതേപോലെ കിട്ടിയിട്ടുണ്ട്. ഇതാ നമ്മൾ ആ ബീട്രൂട്ടിൻ്റെ വെള്ളമൊക്കെ വറ്റിയതാ കറക്റ്റായിട്ട് ഇതേപോലെ വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി അല്പം മാത്രം ഒരു നീരേ അതിലുള്ളൂ. ഇനി നമ്മൾ ഒരു ഫ്രൈ പാൻ അടുപ്പത്ത് വെക്കുക. തീ ലോ ടു മീഡിയം ഫ്ലെയിമിലിട്ട് 1.5 ടേബിൾ സ്പൂണ് വെളിച്ചെണ്ണ തന്നെ നിർബന്ധമായിട്ട് ചേർക്കുക. 1/2 സ്പൂണ് ഉഴുന്ന് പരിപ്പിടുക. ഒരു 1/4 സ്പൂണ് കടുക് ഇട്ട് പൊട്ടിച്ചതിന് ശേഷം നമ്മളതിലേക്ക് ചുവന്നുള്ളി ചേർത്ത് കൊടുക്കുക. അപ്പോൾ 10 ചുവന്നുള്ളി തന്നെ എടുത്തിട്ടുണ്ട്. നല്ല രുചിയായിരിക്കും. രാവിലെ കഞ്ഞിക്ക് എല്ലാം കഴിക്കാൻ നല്ല ടേസ്റ്റ് ആയിരിക്കും. എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ചുവന്നുള്ളി നന്ന മൂപ്പായി വന്നിട്ടുണ്ട്. ഈ സമയത്ത് ഒരു 2 കറിവേപ്പില കൂടി അതിലേക്ക് ചേർത്ത് കൊടുത്തു. ഇനി നമ്മൾ അതിലേക്ക് വേണ്ടത് ഒരല്പം മഞ്ഞൾപ്പൊടി ഇപ്പോൾ ഇതിൽ ചേർത്ത് കൊടുക്കണം. ഇനി ഒരു 1/2 സ്പൂൺ അളവിൽ മുളക് പൊടി കൂടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ 2 പച്ചമുളകും 1/2 സ്പൂൺ മുളക് പൊടിയും ചേർത്തിട്ടുണ്ട്. അല്പം എരിവ് ഇരുന്നോട്ടെ, ബീട്രൂട്ടിൻ്റെ മധുരമൊക്കെ ഒന്ന് ടാലിയാവാനാണ്. അതൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ബോയിൽ ചെയ്ത ബീട്രൂട്ട് അങ്ങനെ ഇട്ട് കൊടുക്കുക. അല്പം നീരുണ്ടല്ലോ അതും കൂടി ചേർത്ത് അങ്ങനെ തന്നെ ഇട്ട് കൊടുക്കുക. അപ്പോൾ വറ്റിച്ച് തന്നെ വേവിക്കുക. അപ്പോൾ അതിൻ്റെ ഹെൽത്തി ആയിട്ടുള്ള എല്ലാ സത്തും നമ്മൾക്ക് കിട്ടും. നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം പോരാത്ത ഒരല്പം ഉപ്പ് അതിലേക്ക് ചേർത്ത് കൊടുത്തു. എന്നിട്ട് ആ തേങ്ങ ക്രഷ് ചെയ്ത് അതിലേക്ക് ചേർത്തിട്ട് കൊടുക്കുക. അപ്പോൾ തേങ്ങ, വെള്ളുള്ളിയും പച്ചമുളകും എല്ലാം ക്രഷ് ചെയ്ത് ചേർത്ത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്യുക. ഇപ്പോൾ നമ്മളിപ്പോൾ തീ ഒന്ന് കുറച്ച് വയ്ക്കുക. ഒരു ലോ ഫ്ലെയിമിൽ തന്നെ ഇട്ട് വെക്കുക. നല്ലതുപോലെ മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ അതൊന്ന് അടച്ച് വെക്കണം. ആവിയൊക്കെ ഒന്ന് അതിലേക്ക് കയറി തേങ്ങയൊക്കെ ഒന്ന് ശരിക്കൊന്ന് വെന്ത് സെറ്റായി വരണം. അതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ നമ്മൾ ഏകദേശം ഒരു 3 മിനിറ്റെങ്കിലും അടച്ച് വെക്കുക. ലോ ഫ്ലെയിമിലാക്കിയിട്ട് 3 മിനിറ്റ് കഴിഞ്ഞ് തുറന്ന് നോക്കുമ്പോൾ സൂപ്പറായിട്ടുള്ള നമ്മളെ ബീട്രൂട്ട് തോരൻ തന്നെയാണ്. സ്പെഷ്യൽ തോരൻ. ഇതേപോലെ തോരൻ വെക്കാത്തവർ എന്തായാലും ചെയ്ത് നോക്കുക. ബീട്രൂട്ടിൻ്റെ മധുരമെല്ലാം ടാലിയായി നല്ല രുചിയായിരിക്കും ചോറിൻ്റെ കൂടെ കഴിക്കാൻ. അപ്പോൾ ഞാനതിൻ്റെ ഫ്ലെയിമൊക്കെ ഓഫാക്കി. ഇനി നമ്മളതൊന്നും കൂടി അടച്ച് വെക്കണം. ഒരു 5 മിനിറ്റ് ആവിയിൽ ഒന്നുകൂടി സെറ്റായി വരട്ടെ. 5 മിനിറ്റും കൂടി കഴിഞ്ഞ് തുറന്ന് നോക്കിയപ്പോൾ സൂപ്പറായില്ലേ. ബീട്രൂട്ട് കിട്ടിയാൽ എന്തായാലും ഇതേപോലെ ഒന്ന് ചെയ്യണേ. പിന്നെ എൻ്റെ കൂട്ടുകാരോട് എനിക്ക് പറയാനുള്ളത്, 3 ദിവസം എനിക്കൊരു അല്പം തിരക്കുണ്ടായിരുന്നു. അതുകൊണ്ട് നിങ്ങളുടെ വീഡിയോ ഒന്നും എനിക്ക് കാണാൻ പറ്റിയില്ല, കമൻറ്റിന് മറുപടി അയക്കാൻ പറ്റിയില്ല. എല്ലാം ഞാൻ ചെയ്യുന്നതായിരിക്കും. അല്പം തിരക്കായിപ്പോയേ. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഇന്ന് ചോറിൻ്റെ കൂടെ ഈ ബീട്രൂട്ട് തോരനാ എങ്ങനെ വേണമെങ്കിലും പറയാം, ഉണ്ടെങ്കിൽ തന്നെ സൂപ്പറായി അതിൽ പുരട്ടി കഴിക്കാം. വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം. താങ്ക് യു.